VBY-ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്റ്റിയറിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആംഗിൾ മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദി ഫിഗർ? ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാസ്റ്റർ ആംഗിൾ, ഓപ്ഷൻ ബി കിങ് പിൻ ഇൻക്ലിനേഷൻ, ഓപ്ഷൻ സി ക്യാമ്പർ ആംഗിൾ, ഓപ്ഷൻ ഡി ഇൻക്ലൂഡഡ് ആംഗിൾ. ആദ്യം ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള ഓരോ ആംഗിൾസും എന്താണെന്ന് നോക്കാം. കാസ്റ്റർ ആംഗിൾ. കാസ്റ്റർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അപ്പോൾ കാസ്റ്റർ ആംഗിൾ നമ്മൾ നോക്കേണ്ടത് വീലിൻ്റെ സൈഡിൽ നിന്നാണ്. സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വെർട്ടിക്കൽ ലൈനിൽ നിന്നും കിങ് പിൻ മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞാണ് ഇരിക്കുക. അപ്പോൾ ഒരു വീലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വെർട്ടിക്കൽ ലൈനിൽ നിന്നും കിങ് പിൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസ് മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞിരിക്കും. ഈ ആംഗിൾ മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞിരിക്കുന്ന ഈ ആംഗിളിനെ വിളിക്കുന്നതാണ് കാസ്റ്റർ ആംഗിൾ. കാസ്റ്റർ ആംഗിളിന്റെ അളവ് 3 ഡിഗ്രി ആയിരിക്കും. അത് രണ്ടാമത്തെ ആംഗിളാണ് കിങ് പിൻ ഇൻക്ലിനേഷൻ. കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനിൽ നിന്ന് വാഹനത്തിന്റെ ഉൾഭാഗത്തേക്കുള്ള കിങ് പിന്നിന്റെ ചെരിവിനെ ആണ്. അപ്പോൾ ലംബരേഖയിൽ നിന്ന് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനിൽ നിന്ന് വാഹനത്തിന്റെ ഉൾഭാഗത്തേക്കുള്ള കിങ് പിന്നിന്റെ ചെരിവാണ് കിങ് പിൻ ഇൻക്ലിനേഷൻ. ഇതിനെ കിങ് പിൻ റേക്ക് എന്നും സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്നെല്ലാം വിളിക്കാറുണ്ട്. ഏകദേശം 7 മുതൽ 8 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ അളവ്. അടുത്ത ആംഗിളാണ് ക്യാമ്പർ ആംഗിൾ. വെർട്ടിക്കൽ ലൈനിൽ നിന്ന് വാഹനത്തിൻ്റെ വശങ്ങളിലേക്കുള്ള മുൻവീലുകളുടെ ചെരിവിനെയാണ് ക്യാമ്പർ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ ലൈനും വീലിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ക്യാമ്പർ ആംഗിൾ. ഈ ക്യാമ്പറിനെ അല്ലെങ്കിൽ ക്യാമ്പർ വീൽ റേക്ക് എന്നും അറിയപ്പെടാറുണ്ട്. സാധാരണ ക്യാമ്പർ ആംഗിളിന്റെ അളവ് എന്ന് പറയുന്നത് 2 ഡിഗ്രി ആണ്. അടുത്തൊരു ആംഗിളാണ് ഇൻക്ലൂഡഡ് ആംഗിൾ. ടയറിന്റെ സെൻട്രൽ ലൈനും കിങ് പിൻ സെൻട്രൽ ലൈനും ഇടയിലുള്ള ആംഗിളാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ്? ടയറിന്റെ സെൻട്രൽ ലൈനും കിങ് പിന്നിന്റെ സെൻട്രൽ ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ഇൻക്ലൂഡഡ് ആംഗിൾ. അതായത് ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മളൊരു ഇക്വേഷൻ പോലെ എഴുതുകയാണെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു കിങ് പിൻ ഇൻക്ലിനേഷൻ പ്ലസ് ക്യാമ്പർ എന്ന് പറയും. അതായത് ക്യാമ്പറിന്റെയും കിങ് പിൻ ഇൻക്ലിനേഷന്റെയും തുകയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഏകദേശം 9 മുതൽ 10 ഡിഗ്രി വരെയാണ് ഇൻക്ലൂഡഡ് ആംഗിളിന്റെ അളവ്. ഇത്രയാണ് നമ്മൾ ഓപ്ഷൻസിലുള്ള ആംഗിൾസ് പരിചയപ്പെട്ടു. അപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? വെർട്ടിക്കൽ ലൈനും അതുപോലെ തന്നെ വീലിന്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ആംഗിളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതേതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ക്യാമ്പർ ആംഗിൾ ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിച്ച് അഡ്വാൻറ്റേജ് ഡസ് നോട്ട് സ്യൂട്ട് ടു വീൽ അലൈൻമെന്റ്? ഓപ്ഷൻ എ മിനിമൈസ് ടയർ വിയർ, ഓപ്ഷൻ ബി റെഡ്യൂസ് ഡ്രൈവർ എഫേർട്ട്, ഓപ്ഷൻ സി അച്ചീവ് സെൽഫ് സെൻറ്ററിംഗ് ആഫ്റ്റർ ടേണിംഗ്, ഓപ്ഷൻ ഡി അച്ചീവ് ഈസി ടോർക്ക് ട്രാൻസ്മിഷൻ.
ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ വീൽ അലൈൻമെന്റുമായിട്ട് സ്യൂട്ട് ആവാത്തത്, അനുയോജിക്കാത്ത അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 വീൽ അലൈൻമെന്റിന്റെ അഡ്വാൻറ്റേജ് ആണ്, ഒരെണ്ണം മാത്രം എന്തല്ല, അഡ്വാൻറ്റേജ് അല്ല. ആ ഒരെണ്ണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മിനിമൈസ് ടയർ വിയർ. മിനിമൈസ് ടയർ വിയർ എന്ന് പറയുന്നത് വീൽ അലൈൻമെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ റിഡ്യൂസ് ഡ്രൈവർ എഫേർട്ട്. വീൽ അലൈൻമെന്റ് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ എഫേർട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ അച്ചീവ് സെൽഫ് സെൻറ്ററിങ് ആഫ്റ്റർ ടേണിങ്. എന്താണ്, ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ സെൽഫായിട്ട് എന്ത് ചെയ്യും, സെൻറ്ററിങ് നടക്കും, സെൽഫ് സെൻറ്ററിങ് നടക്കും, അച്ചീവ് ചെയ്യും. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വീൽ അലൈൻമെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത എന്താ കൊടുത്തുള്ളത്, അച്ചീവ് ഈസി ടോർക്ക് ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ വീൽ അലൈൻമെന്റ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് വീൽസിനാണ്. ഇവിടെ ടോർക്ക് ട്രാൻസ്മിഷനുമായിട്ട് വീൽ അലൈൻമെന്റ് എന്തില്ല, ഒരു എഫക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആണ് ആൻസർ, അച്ചീവ് ഈസി ടോർക്ക് ട്രാൻസ്മിഷൻ. ഈ ഒരു ടേം വീൽ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി കോസ് ഓഫ് നോയ്സ് ഇൻ സ്റ്റിയറിംഗ്? ഓപ്ഷൻ എ ഹൈ ഫ്ലൂയിഡ് ലെവൽ, ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് എയർ ഇൻ ദി ഫ്ലൂയിഡ്, ഓപ്ഷൻ സി ഡിഫക്റ്റീവ് ഫ്ലോ കൺട്രോൾ വാൾവ്, ഓപ്ഷൻ ഡി ഡിഫക്റ്റീവ് ടോർഷൻ ബാർ. അപ്പോൾ സ്റ്റിയറിംഗിൽ ശബ്ദം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഹൈ ഫ്ലൂയിഡ് ലെവൽ, പ്രസൻസ് ഓഫ് എയർ ഇൻ ദി ഫ്ലൂയിഡ്, ഡിഫക്റ്റീവ് ഫ്ലോ കൺട്രോൾ വാൾവ്, ഡിഫക്റ്റീവ് ടോർഷൻ ബാർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നോയ്സ് ഉണ്ടാവാൻ കാരണം? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു ഫ്ലൂയിഡിൽ എയർ കയറുന്ന സമയത്താണ് സ്റ്റിയറിംഗിൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അൺവാണ്ടഡ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആംഗിൾ ഹെൽപ്സ് ഇൻ സെൽഫ് സെൻറ്ററിംഗ് ഓഫ് വീൽസ് ആഫ്റ്റർ നെഗോഷിയേറ്റിംഗ് എ ടേൺ? ഓപ്ഷൻ എ കാസ്റ്റർ ആംഗിൾ, ഓപ്ഷൻ ബി കിങ് പിൻ ഇൻക്ലിനേഷൻ, ഓപ്ഷൻ സി ക്യാമ്പർ ആംഗിൾ, ഓപ്ഷൻ ഡി ഇൻക്ലൂഡഡ് ആംഗിൾ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏത് ആംഗിളാണ് ഒരു ടേൺ കഴിഞ്ഞതിന് ശേഷം വീൽസ് സെൽഫ് സെൻറ്ററിങ്ങിന് സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലേതാണ് സഹായിക്കുന്നത്? വീൽസിനെ സെൽഫ് സെൻറ്ററിങ്ങിന് സഹായിക്കുന്ന ആംഗിൾ ആണ് കിങ് പിൻ ഇൻക്ലിനേഷൻ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി കിങ് പിൻ ഇൻക്ലിനേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദി ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ് ഇൻ ന്യൂട്രൽ കണ്ടീഷൻ? അപ്പോൾ ചിത്രത്തിൽ ഒരു ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തി നിൽക്കുന്ന ഈ ഭാഗം, ഇതിൽ ഈ ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലോവർ സിലിണ്ടർ, ഓപ്ഷൻ ബി അപ്പർ സിലിണ്ടർ, ഓപ്ഷൻ സി വാൾവ് സ്ലീവ്, ഓപ്ഷൻ ഡി ഇൻപുട്ട് ഷാഫ്റ്റ്. ഇതിപ്പോൾ നമ്മളൊരു ന്യൂട്രൽ പൊസിഷൻ, ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗിന്റെ ന്യൂട്രൽ കണ്ടീഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗിന്റെ ചിത്രത്തിലെ ഭാഗങ്ങൾ, ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗമാണ്, ഈ പോയിന്റർ കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ലോവർ സിലിണ്ടർ. ഇതാണ് ലോവർ സിലിണ്ടർ. ദെൻ ലോവർ സിലിണ്ടർ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ലോവർ സിലിണ്ടർ ആണ് വരിക. ദെൻ ഇവിടെ വരുന്നതാണ് അപ്പർ സിലിണ്ടർ. ഇതും ഇവിടെയും അപ്പർ സിലിണ്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ
ഈ ഒരു പോർഷനെയാണ് നമ്മൾ വാൽവ് സ്ലീവ് എന്ന് വിളിക്കുന്നത്. ഇതാണ് വാൽവ് സ്ലീവ്. ദെൻ ഈ ഏറ്റവും നടുക്കായിട്ടുള്ള ഈ സെൻറ്ററിലുള്ള പാർട്ടാണ് ടോർഷൻ ബാർ. ഇവിടെയാണ് നമ്മൾ ടോർഷൻ ബാർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഇനിയുള്ളത് ആകെ ഒരു ഭാഗമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ. ഈ ഒരു പോർഷനാണ് ഇൻപുട്ട് ഷാഫ്റ്റ്. ഇതെന്താണ്? ഇൻപുട്ട് ഷാഫ്റ്റ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻപുട്ട് ഷാഫ്റ്റ് ആണ് എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് ദി ബെനിഫിറ്റ് ഓഫ് പവർ സ്റ്റിയറിംഗ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പവർ സ്റ്റിയറിംഗിന്റെ ബെനിഫിറ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എഫേർട്ട്ലെസ് സ്റ്റിയറിംഗ്, ക്വിക്ക് റെസ്പോൺസ്. ഓപ്ഷൻ സി അബ്സല്യൂട്ട് കൺട്രോൾ ഡ്യൂറിംഗ് ഡ്രൈവിംഗ്. ഓപ്ഷൻ ഡി പോസിറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പം ഇതിൽ ഏതാണ് പവർ സ്റ്റിയറിംഗിന്റെ ബെനിഫിറ്റ് അല്ലാത്തത്? അപ്പോൾ 3 പവർ സ്റ്റിയറിംഗിന്റെ ബെനിഫിറ്റ് ആണ്, 1 പവർ സ്റ്റിയറിംഗിന്റെ ബെനിഫിറ്റ് അല്ല. അപ്പോൾ അത് ഏതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എഫേർട്ട്ലെസ് സ്റ്റിയറിംഗ് ആണ്. എഫേർട്ട്ലെസ് സ്റ്റിയറിംഗ് നമ്മൾ പവർ സ്റ്റിയറിംഗിൽ അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഡ്രൈവറുടെ എഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സ്റ്റിയറിംഗ് സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എഫേർട്ട്ലെസ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗിന്റെ അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ്. ദെൻ അടുത്തത് ക്വിക്ക് റെസ്പോൺസ്. പവർ സ്റ്റിയറിംഗ് എന്തായിരിക്കും? ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ആബ്സല്യൂട്ട് കൺട്രോൾ ഡ്യൂറിംഗ് ഡ്രൈവിംഗ്. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്താണ് കറക്റ്റ് കൺട്രോൾ നമുക്ക് ഉണ്ടായിരിക്കും പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഈ 3 ഫസ്റ്റുള്ള 3 എന്താണ് പവർ സ്റ്റിയറിംഗിന്റെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ ആൻസർ എന്തായാലും ഡി ആയിരിക്കും. നോക്കാം ഡി എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോസിറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ബ്രേക്കുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. പോസിറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് പവർ സ്റ്റിയറിംഗിന്റെ ബെനിഫിറ്റ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ക്യാമ്പർ എക്സസീവ് ഇൻ ദി വീൽ അലൈൻമെന്റ്? അപ്പോൾ ഒരു നെഗറ്റീവ് ക്യാമ്പർ അല്ലെ, നെഗറ്റീവ് ക്യാമ്പർ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത്, വീൽ അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഔട്ടർ എഡ്ജ് ഓഫ് ടയർ വിയർ ഔട്ട് ഫാസ്റ്റർ. സെന്റർ ഓഫ് ടയർ വിയർ ഔട്ട് ഫാസ്റ്റർ. ഇന്നർ എഡ്ജ് ഓഫ് ടയർ വിയർ ഔട്ട് ഫാസ്റ്റർ. ക്രാക്സ് ഡെവലപ്ഡ് ഇൻ ദി ടയർ ത്രെഡ്. ഏതാണ് നെഗറ്റീവ് ക്യാമ്പർ കൂടുതലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് ക്യാമ്പർ പോസിറ്റീവ് ക്യാമ്പർ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതായത് ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് ക്യാമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന്റെ അല്ലെങ്കിൽ വീലിന്റെ ഇടത്തേക്കോ വലത്തേക്കോ ഉള്ള ലംബരേഖയിൽ നിന്നും അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈനിൽ നിന്നും വീലിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ള അല്ലെങ്കിൽ ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വീലിന്റെ ചെരിവിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് വിളിക്കുക. ഈ ചെരിവ് പുറത്തേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ക്യാമ്പർ എന്നും ഉള്ളിലേക്കാണെങ്കിൽ നെഗറ്റീവ് ക്യാമ്പർ എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ക്യാമ്പർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് ക്യാമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീലിന്റെ ഉള്ളിലേക്കുള്ള ചെരിവാണ്. വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഉള്ളിലേക്കുള്ള വീലിന്റെ ചെരിവാണ് നെഗറ്റീവ് ക്യാമ്പർ. അപ്പോൾ ഒന്ന് നോക്കുക, വീല് ഉള്ളിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന സമയത്ത് എവിടെയായിരിക്കും വെയർ ഉണ്ടായിരിക്കുക? ടയറിന്റെ ഇന്നർ സൈഡ് ആണ് കൂടുതലായിട്ട് റോഡുമായിട്ട് കോണ്ടാക്ട് വരിക. അപ്പം എന്ത് ചെയ്യും? കൂടുതലായിട്ട് റോഡുമായിട്ട് ഇന്നർ സൈഡ് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇന്നർ എഡ്ജ് എന്ത് വരും? കൂടുതലായിട്ട് വിയർ ഔട്ട് സംഭവിക്കും. അപ്പോൾ ടയറിന്റെ ഇന്നർ എഡ്ജ് പെട്ടെന്ന് തന്നെ ഫാസ്റ്ററായിട്ട് വിയർ ഔട്ട് സംഭവിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഇന്നർ എഡ്ജ് ഓഫ് ടയർ വിയർ ഔട്ട് ഫാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിവൈസ് ഇൻ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൺവേർട്സ് ദ
സ്റ്റിയറിംഗ് ടോർക്ക് ഇൻപുട്ട് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഇൻ ടു വോൾട്ടേജ് സിഗ്നൽസ്. ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗ് ഇൻ ടോർക്കിനെ ഡയറക്ഷൻ ചെയ്യും. അതായത് നമ്മൾ സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ടോർക്ക് ഇൻപുട്ടിനെയും അതിൻ്റെ ഡയറക്ഷനെയും വോൾട്ടേജ് സിഗ്നൽസ് ആക്കി മാറ്റുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൊട്ടേഷൻ സെൻസർ, ഓപ്ഷൻ ബി ടോർക്ക് സെൻസർ, ഓപ്ഷൻ സി ഹാൾ എഫക്റ്റ് സെൻസർ, ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ സെൻസർ. ഏതാണ്? സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഈ ഒരു 4 സെൻസറുകളിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒറ്റ സെൻസറാണ്, ടോർക്ക് സെൻസർ. ഏതാണ്? ടോർക്ക് സെൻസർ ആണ് ഇവിടുത്തെ ആൻസർ. ടോർക്ക് സെൻസർ ആണ് നമ്മളെ ടോർക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ടോർക്കും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനെയും വോൾട്ടേജ് സിഗ്നലുകളാക്കി മാറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കോസ് ഓഫ് പുവർ സെൽഫ് സെൻറ്ററിങ് ഇൻ എ വെഹിക്കിൾ? അപ്പോൾ പുവർ സെൽഫ് സെൻറ്ററിങ്ങിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വെഹിക്കിളിൽ പുവർ സെൽഫ് സെൻറ്ററിങ് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫിൽറ്റർ ചോക്ക്ഡ്, ഓപ്ഷൻ ബി ഇംപ്രോപ്പർ വീൽ അലൈൻമെന്റ്, ഓപ്ഷൻ സി ലൂസ് വീൽ ലെവൽ, ഓപ്ഷൻ ഡി ലോ ഓയിൽ ലെവൽ. എന്താണ്? പുവർ സെൽഫ് സെൻറ്ററിങ്ങിന് കാരണമാവുന്നത് ഇംപ്രോപ്പർ വീൽ അലൈൻമെന്റ് ആണ്. കറക്റ്റായിട്ട് വീൽ അലൈൻമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പുവർ സെൽഫ് സെൻറ്ററിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് കമ്പോണന്റ് ഇൻ ദി ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം? അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കമ്പോണന്റിന്റെ പേര്, ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഈ ഒരു കമ്പോണന്റിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫ്ലോ കൺട്രോൾ വാൽവ്, ഓപ്ഷൻ ബി അൺലോഡിംഗ് വാൽവ്, ഓപ്ഷൻ സി റോട്ടറി വാൽവ്, ഓപ്ഷൻ ഡി പ്രഷർ റിലീസ് വാൽവ്. ഏതാണ് ഈ ഒരു വാൽവ്? ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗിൽ ഉപയോഗിക്കുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വാൽവ് ഏതാണ്? ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫ്ലോ കൺട്രോൾ വാൽവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് പവർ സ്റ്റിയറിംഗ്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പവർ സ്റ്റിയറിംഗ് ഏത് ടൈപ്പ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ്, ഓപ്ഷൻ ബി ലിങ്കേജ് പവർ സ്റ്റിയറിംഗ്, ഓപ്ഷൻ സി ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്, ഓപ്ഷൻ ഡി ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ്. ഈ ഒരു ചിത്രം ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ കാണിച്ചിട്ടുള്ളതാണ്, ഈ പോയിന്റിൽ കാണിച്ചിട്ടുള്ളതാണ് അൺലോഡിംഗ് വാൽവ്. അൺലോഡിംഗ് വാൽവുകളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ സാധാരണ പോപ്പറ്റ് വാൽവ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ ഈ ഒരു ഭാഗമാണ് റാക്ക് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇതാണ് റാക്ക് പിസ്റ്റൺ ആണ് കാണിച്ചിട്ടുള്ളത്. ലേസ് പോയിന്റ് ഇരിക്കുന്ന ഈ ഭാഗം റാക്ക് പിസ്റ്റൺ ആണ്. ദെൻ ഇവിടെ ഒരു വേം ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ വേം ഷാഫ്റ്റ്. ദെൻ ഈ കാണിച്ചിട്ടുള്ളതാണ് സെക്ടർ ഷാഫ്റ്റ്. ഇതാണ് സെക്ടർ ഷാഫ്റ്റ്. ദെൻ ഇവിടെ ഒരു പ്രഷർ പോർട്ട് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ പോർട്ടും കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്.
ഇവിടെ നമുക്ക് ഇൻപുട്ട് ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇൻപുട്ട് ഷാഫ്റ്റ്. അപ്പോൾ ഈ ഫിഗർ കറക്റ്റായിട്ട് ഓർക്കുക. ഇതാണ് ഇൻറ്റഗ്രൽ പവർ സ്റ്റിയറിംഗിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്? അപ്പോൾ ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, കോമ്പാക്റ്റ് ഇൻ സൈസ്. ഓപ്ഷൻ ബി, എനർജി ബീയിങ് കൺസ്യൂംഡ് ഓൺലി വൈൽ സ്റ്റിയറിംഗ്. ഓപ്ഷൻ സി, ലെസ് ഒക്യുപ്പേഷൻ ഓഫ് സ്പേസ്. ഓപ്ഷൻ ഡി, നമ്പർ ഓഫ് കമ്പോണൻസ് ആർ ലെസ്. അപ്പോൾ ഇതിൽ പവർ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗിൻ്റെ അഡ്വാൻറ്റേജ്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. എനർജി ബീയിങ് കൺസ്യൂംഡ് ഓൺലി വൈൽ സ്റ്റിയറിംഗ്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുമ്പോൾ സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ പവർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. കാരണം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൽ ബാറ്ററിയിൽ നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള പവർ നമ്മൾ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതോടൊപ്പം ഇതിൻ്റെ കൂടെ ഉള്ളത് സെൻസേഴ്സ് ആണ്. ടോർക്ക് സെൻസർ, ഇത്തരം സെൻസേഴ്സ് ഉണ്ട്. അപ്പം സെൻസർ നമ്മൾ തിരിക്കുന്ന സമയത്ത് ആ ഒരു ടോർക്കും അതുപോലെ തന്നെ ഡയറക്ഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സെൻസറുകൾ വോൾട്ടേജ് സിഗ്നലിലാക്കിയിട്ട് ഇതിനെ കൺട്രോളറിന് അയച്ചു കൊടുക്കുകയും ദെൻ ആ സമയത്ത് മാത്രം എന്ത് ചെയ്യും, കറണ്ട് വോൾട്ടേജ് കൊടുത്തുകൊണ്ട് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, വാഹനം സ്റ്റാർട്ട് ചെയ്യാത്ത സമയത്തും നമുക്ക് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കാം. എൻജിൻ വർക്ക് ചെയ്യാത്ത സമയത്തും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് നമുക്ക് ഉപയോഗിക്കും. കാരണം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിന് പവർ ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്, എൻജിനിൽ നിന്ന് അല്ല. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റിയറിംഗ് സിസ്റ്റം വിൽ പ്രൊവൈഡ് അസിസ്റ്റൻസ് ഈവൻ വെൻ ദി എൻജിൻ ഈസ് നോട്ട് റണ്ണിങ്? അപ്പോൾ അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത്. എൻജിൻ റണ്ണ് ചെയ്യാത്ത സമയത്തും സ്റ്റിയറിംഗ് അല്ലെങ്കിൽ സ്റ്റിയറിംഗിന് അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഏത് സ്റ്റിയറിംഗിലാണ് എന്നാണ്, ഏത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഇൻറ്റഗ്രൽ പവർ സ്റ്റിയറിംഗ്. ഓപ്ഷൻ ബി, ലിങ്കേജ് പവർ സ്റ്റിയറിംഗ്. ഓപ്ഷൻ സി, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. ഓപ്ഷൻ ഡി, മാനുവൽ സ്റ്റിയറിംഗ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആംഗിൾ മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദി സ്റ്റിയറിംഗ് സിസ്റ്റം? അപ്പോൾ ചിത്രത്തിൽ ഇവിടെ എക്സ് എന്നല്ല അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ആംഗിൾ തീറ്റ എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ക്യാമ്പർ ആംഗിൾ. ഓപ്ഷൻ ബി, കാസ്റ്റർ ആംഗിൾ. ഓപ്ഷൻ സി, ത്രസ്റ്റ് ആംഗിൾ. ഓപ്ഷൻ ഡി, ഇൻക്ലൂഡഡ് ആംഗിൾ. ഏതാണ്? നമ്മൾ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്യാമ്പർ ആംഗിൾ, കാസ്റ്റർ ആംഗിളും ഇൻക്ലൂഡഡ് ആംഗിളും ഒക്കെ നമ്മൾ ഫ്രണ്ട് വീൽ സ്റ്റിയറിംഗുമായിട്ട് അല്ലെങ്കിൽ വീലിൻ്റെ അതുപോലെ തന്നെ കിങ് പിന്നിൻ്റെ ഒക്കെ ചെരിവുകളാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി, ത്രസ്റ്റ് ആംഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് വാൾവ് ഓഫ് കമ്പൈൻഡ് ആംഗിൾ ഇൻ ദി സ്റ്റിയറിംഗ് സിസ്റ്റം? ഓപ്ഷൻ എ 5 to 8 degree. ഓപ്ഷൻ ബി 9 to 10 degree. ഓപ്ഷൻ സി 12 to 15 degree. ഓപ്ഷൻ ഡി 15 to 18 degree. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കമ്പൈൻഡ് ആംഗിളിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ കമ്പൈൻഡ് ആംഗിളിൻ്റെ റെക്കമെൻഡഡ് വാല്യൂ ഏതാണ് എന്നാണ് ചോദിച്ചത്. റെക്കമെൻഡഡ് വാല്യൂ, കമ്പൈൻഡ് ആംഗിളിൻ്റെ റെക്കമെൻഡഡ് വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആംഗിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 9 to 10 ആണ് കമ്പൈൻഡ് ആംഗിളിൻ്റെ ഏകദേശം റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ്
ആംഗിൾ മാർക്ക്ഡ് ആസ് എക്സ്. ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കമ്പൈൻഡ് ആംഗിൾ, ഓപ്ഷൻ ബി ക്യാമ്പർ ആംഗിൾ, ഓപ്ഷൻ സി കാസ്റ്റർ ആംഗിൾ, ഓപ്ഷൻ ഡി ത്രസ്റ്റ് ആംഗിൾ. ഏതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആംഗിൾ? ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഏത് ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്? അതായത് സ്റ്റിയറിംഗ് ആക്സിസിന്റെ അല്ലെങ്കിൽ കിങ് പിന്നിന്റെ സെൻട്രൽ ലൈനും ടയറിന്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഏത് ആംഗിളാണ്? കമ്പൈൻഡ് ആംഗിൾ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കമ്പൈൻഡ് ആംഗിൾ ആണ് ഇവിടെ കാണിച്ചിട്ട് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കോസസ് അബ്നോർമൽ ടയർ വിയർ, ടയർ സ്ലിപ്പ് ആൻഡ് പുവർ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി? അപ്പോൾ ടയർ വിയറിൻ്റെയും അതുപോലെ തന്നെ ടയർ സ്ലിപ്പ്, പുവർ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി എന്നിവയെല്ലാം കാരണമാവുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻകറക്റ്റ് ടോ ഇൻ ആൻഡ് ടോ ഔട്ട്, ഓപ്ഷൻ ബി മാൽ ഫങ്ഷനിങ് ഓഫ് ടോർഷൻ ബാർ, ഓപ്ഷൻ സി പ്രസൻസ് ഓഫ് എയർ ഇൻ ദി ബ്രേക്ക് ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി ഫ്രണ്ട് ആക്സിൽ ബെൻഡ് ഓർ ട്വിസ്റ്റ്. ഏതാണ് അബ്നോർമൽ ആയിട്ടുള്ള ടയർ വിയർ, ടയർ സ്ലിപ്പ്, പുവർ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി എന്നിവയ്ക്ക് കാരണമായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇൻകറക്റ്റ് ടോ ഇൻ ആൻഡ് ടോ ഔട്ട്. ടോയിനും ടോട്ടും കറക്റ്റ് ആയിട്ടില്ലെങ്കിലാണ് ഇത്തരത്തിൽ അബ്നോർമൽ ടയർ വിയർ, ടയർ സ്ലിപ്പ്, പുവർ സ്റ്റിയറിംഗ് എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ് ടോ ഇൻ, ടോ ഔട്ട്? ടോ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് അല്ലെ ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത് വീലിന്റെ മുൻഭാഗം അടുത്ത് വരുന്നത്. ഇപ്പോൾ ഒരു വീൽ എടുക്കുക, വീലിന്റെ മുൻവീലുകളുടെ ഫ്രണ്ട് ഭാഗം, വീലിന്റെ ഫ്രണ്ട് പോർഷൻ അടുത്തും ബാക്ക് ഭാഗം കുറച്ച് അകന്നും നിൽക്കുന്ന കണ്ടീഷനെ വിളിക്കുന്നതാണ് ടോയിൻ. മറിച്ച് ഫ്രണ്ട് പോർഷൻ കുറച്ച് അകന്നും ബാക്ക് പോർഷൻ അടുത്തും നിൽക്കുന്ന കണ്ടീഷനെ ടോ ഔട്ട് എന്നും വിളിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആംഗിൾ മാർക്ക്ഡ് ആസ് എക്സ്? ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്യാമ്പർ ആംഗിൾ, ഓപ്ഷൻ ബി കാസ്റ്റർ ആംഗിൾ, ഓപ്ഷൻ സി കിങ് പിൻ ഇൻക്ലിനേഷൻ, ഓപ്ഷൻ ഡി ഇൻക്ലൂഡഡ് ആംഗിൾ. ഇവിടെ ഇതാണ് ഈ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഇവിടെ നോക്കാം ഏത് ആംഗിൾ ആണ്. ഇവിടെ ഇതാണ് വെർട്ടിക്കൽ ലൈന്. ഈ കാണിച്ചിട്ടുള്ള ലൈനാണ് വെർട്ടിക്കൽ ലൈന്. ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഇതാണ് സ്റ്റിയറിംഗ് ആക്സിസ് അല്ലെ, കിങ് പിന്നിന്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസിന്റെ എക്സുമായിട്ടും സെൻട്രൽ ലൈനും തമ്മിലുള്ള ആംഗിൾ അല്ലെ. സെൻട്രൽ ലൈനും സ്റ്റിയറിംഗ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതാണ്? സ്റ്റിയറിംഗ് ആക്സിസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിങ് പിൻ ഇൻക്ലിനേഷൻ ആണ്. ഇവിടെ അടയാളപ്പെടുത്തിയുള്ള എന്താണ്? കിങ് പിൻ ഇൻക്ലിനേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ, കിങ് പിൻ ഇൻക്ലിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഹേർട്ട് ഓഫ് ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം? ഓപ്ഷൻസ് നോക്കാം. ഫ്ലോ കൺട്രോൾ വാൾ, ഓപ്ഷൻ ബി റോട്ടറി കൺട്രോൾ വാൾ, ഓപ്ഷൻ സി പ്രഷർ റിലീഫ് വാൾ, ഓപ്ഷൻ ഡി അൺലോഡിംഗ് വാൾസ്. ഒരു ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗിന്റെ സിസ്റ്റത്തിലെ ഹേർട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റോട്ടറി കൺട്രോൾ വാൽവ് ആണ്. റോട്ടറി കൺട്രോൾ വാൽവ് ആണ് നമ്മൾ സാധാരണ ഹേർട്ട് ഓഫ് ഇന്റഗ്രൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആംഗിൾ ഇൻഫ്ലുവൻസ് ദി വീൽ അലൈൻമെന്റ്? ഏത് ആംഗിൾ ആണ് വീൽ അലൈൻമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്യാമ്പർ ആംഗിൾ, ഓപ്ഷൻ ബി കിങ് പിൻ ഇൻക്ലിനേഷൻ ആംഗിൾ, ഓപ്ഷൻ സി കാസ്റ്റർ ആംഗിൾ, ഓപ്ഷൻ ഡി ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പോൾ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഇതേത് ആംഗിൾ ആണ് എന്നുള്ളത്. കാരണം സ്റ്റിയറിംഗ് ജോമെട്രിയിൽ വീലിന്റെ സൈഡിൽ നിന്നും
നോക്കുന്ന ഒരേ ഒരു ആംഗിളേ ഉള്ളൂ, അത് ഏതാണ്? കാസ്റ്റർ ആംഗിൾ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് വീലിൻ്റെ വെർട്ടിക്കൽ ലൈന്. വെർട്ടിക്കൽ ലൈനിൽ നിന്നും കിങ് പിന്നിൻ്റെ മുന്നിലേക്കോ പിന്നിലേക്കോ ഉള്ള ആംഗിളാണ് എന്ത്? കാസ്റ്റർ ആംഗിൾ. ഇവിടെ കാസ്റ്റർ ആംഗിൾ തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് വിചാരിക്കുക. ഇവിടെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് വെർട്ടിക്കൽ ലൈനിൽ നിന്നും കിങ് പിന്നിൻ്റെ ചെരിവ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിയറിംഗ് ആക്സിസ് റോഡുമായിട്ട് മുട്ടുന്ന പോയിന്റ് ഇതായിരിക്കും അല്ലേ? സ്റ്റിയറിംഗ് ആക്സിസ് റോഡുമായി കോണ്ടാക്ട് വരുന്നത് ഈ ഭാഗത്താണ്, എന്നാൽ വെർട്ടിക്കൽ ലൈൻ ഇവിടെയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ മുൻവശം ഇവിടെയാണെങ്കിൽ വെർട്ടിക്കൽ ലൈന് മുന്നിലായിരിക്കും ഈ ഒരു പോയിന്റ്. ഇത്തരത്തിൽ വെർട്ടിക്കൽ ലൈനിൻ്റെ മുന്നിലായിട്ട് സ്റ്റിയറിംഗ് ആക്സിസും അതുപോലെ തന്നെ റോഡും തമ്മിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ അവയെ നമ്മൾ പോസിറ്റീവ് കാസ്റ്റർ എന്ന് വിളിക്കുന്നു. നേരെ മറിച്ച് ഇപ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് ആക്സിസ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുക? റോഡുമായിട്ട് കോണ്ടാക്ട് വരിക ഈ ഒരു പോയിന്റിലാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ മുൻവശം ഇവിടെയാണെങ്കിൽ വെർട്ടിക്കൽ ലൈന് റോഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ പോയിന്റിന്റെ പിന്നിലായിരിക്കും എന്ത് വരിക? സ്റ്റിയറിംഗ് ആക്സിസിന്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസും റോഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോയിന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് കാസ്റ്റർ എന്നാണ് വിളിക്കുക. അപ്പോൾ അതാണ് പോസിറ്റീവ് കാസ്റ്ററും നെഗറ്റീവ് കാസ്റ്ററും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ കാണിച്ചിട്ടുള്ള വീൽ അലൈൻമെന്റിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, കാസ്റ്റർ ആംഗിൾ. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം.